സോ അത് നമ്മൾ ക്ലാസ് 9 അടിച്ചു പൊളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സുകളിലൊക്കെ പതുക്കെ പതുക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ബുക്കൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും ഫുള്ള് ക്യൂരിയോസിറ്റി കാരണം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ തീം എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ഫസ്റ്റ് യൂണിറ്റ് ഏതാണ് മക്കളെ? അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ് അല്ലേ? അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ്? ടൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? അവേഴ്സ് എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ, ആൻഡ് ഇയേഴ്സ് അല്ലേ, വർഷങ്ങൾ. ഈ മണിക്കൂറുകളും വർഷങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ എന്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്? തുടക്കം തന്നെ ഒരു ടി.എസ്. എലിയറ്റിൻ്റെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. Time present and time past are both perhaps present in time future and time future contained in time past. അപ്പോൾ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? പ്രസൻറ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്. നമുക്കറിയുന്നതാണ് ഇംഗ്ലീഷിൽ ടെൻസസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണോ ഇവിടെ പറയുന്നത്? ടെൻസിനെ പറ്റിയിട്ടൊന്നല്ല, ടൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? Time present and time past are both perhaps present in time future. എന്താ പറയുന്നത്? പ്രസന്റ് ടൈമും പാസ്റ്റ് ടൈമും ഇവർ രണ്ടുപേരും ചിലപ്പോൾ പെർഹാപ്സ് പ്രസന്റ് ഇൻ ടൈം ഫ്യൂച്ചർ എന്താ പറയുന്നത്? ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാവുന്ന, അതായത് ഫ്യൂച്ചർ ടൈമിൽ ഈ പറയുന്ന പ്രസന്റ് ടെൻസ്, അതായത് ഇപ്പോഴത്തെ ഒരു കാലം അല്ലേ? അതായത് നമ്മൾ ക്ലാസ് 9 ഇരിക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ പാസ്റ്റ് ടൈം? അതേതാണ്? ക്ലാസ് 8 നമ്മൾ തകർത്ത് പഠിച്ചു. ഇതെന്താണ്? പാസ്റ്റ് ടൈമാണ് അല്ലേ? അപ്പോൾ ഈ പാസ്റ്റ് ടൈമും പ്രസന്റ് ടൈമും എവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്? ഫ്യൂച്ചർ ടൈമിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇനി അടുത്ത വർഷം എവിടേക്കാണ്? SSLC കുട്ടികളാവാൻ പോവാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് SSLC ആണ്. അതിൽ തന്നെ എന്തുണ്ടാവും എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ടൈം, പ്രസൻറ്റ് ടൈം ക്ലാസ് 9ഉം അതുപോലെ പാസ്റ്റ് ടൈം ക്ലാസ് 8ഉം ഒക്കെ ചേർന്നതാണ് ആ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പാസ്റ്റ് ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും റിസൾട്ടാണ് എന്ത്? ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ടിരുന്ന് പഠിച്ചു, ഈ വർഷവും നമ്മൾ നന്നായിട്ടിരുന്ന് പഠിക്കുന്നു, അടുത്ത വർഷം എന്ത് സംഭവിക്കും? അതിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റും പാസ്റ്റും ചേർന്നതാണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇനി എന്താണ്? ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. എന്താ പറയുന്നത്? ടൈം പാസ്റ്റിൽ തന്നെ ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് തിരിച്ചാലോചിച്ചാൽ മതി. എന്താണ്? നമ്മൾ പാസ്റ്റ് ടൈമിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ ടൈമിനെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞൂടെ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി കഴിഞ്ഞു പോകൂലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട് നാളെ കിട്ടും. അപ്പോൾ ആ നാളെയെ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ പ്രസൻറ്റും നമ്മുടെ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറൊക്കെ എന്താണ്? അതൊക്കെ റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കം തന്നെ ടി.എസ്. എലിയറ്റിൻ്റെ ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകതയെ പറ്റിയിട്ടുള്ള ഒരു ലൈൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റിൽ ഫുള്ളായിട്ട് പറയാൻ പോകുന്നത് ടൈമിനെ പറ്റിയിട്ടാണ് കേട്ടോ. ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ പ്രത്യേകതകളുണ്ടല്ലോ. എന്തൊക്കെയാണ്? നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ ടൈം? ഇല്ല, ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി യൂണിറ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം കേട്ടോ. യെസ്, 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഒരു നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. ഇതും ടൈമിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റോറിയാണ് ഹാഫ് എ ഡേ. ഇനിയുള്ളത് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ടൈം ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമാവുന്ന ഒരു സ്റ്റോറിയാണ്. അഗെയിൻ ഒരു സ്റ്റോറി തന്നെയാണ് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ നത്തിങ് ട്വൈസ് അല്ലേ? ജീവിതത്തിൽ ഒരു തവണ നമ്മൾ അനുഭവിച്ച കാര്യം വീണ്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റണം എന്നില്ല അല്ലേ? ഓരോ ടൈമും നമ്മളിപ്പോൾ ക്ലാസ് 9 ഇരിക്കുന്നു, അടുത്ത വർഷം നമ്മൾ ക്ലാസ് 9 അല്ല, പിന്നെ SSLC അല്ലേ, ക്ലാസ് 10, പിന്നെ അങ്ങനെ പോകും. നമുക്ക് ഈ സമയങ്ങൾ, കഴിഞ്ഞു പോകുന്ന സമയങ്ങളൊന്നും ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ ടൈമിന് അങ്ങനത്തെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുള്ള ഒരു പോമാണ് എന്താ? നത്തിങ് ട്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ മക്കളെ? ഹാഫ് എ ഡേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹാഫ് എ ഡേ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? ഒരു ദിവസത്തിൻ്റെ പകുതി. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ പകുതി നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ചിലവഴിക്കുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ സ്കൂളിലായിരിക്കും അല്ലേ? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ്? സ്കൂളിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹാഫ് എ ഡേ എവിടെയാണ്? നിങ്ങളുടെ സ്കൂളിലായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ സ്റ്റോറിയാണ്. സ്റ്റാർട്ടിങ്ങിൽ അവൻ കൊച്ചുകുട്ടിയാണ്, അവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണോ പോകുന്നുണ്ടാവുക?
കുറേ ആൻസൈറ്റീസ് ഉണ്ടാവും അല്ലേ, കുറേ പേടിച്ചു, അയ്യോ എന്നെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ കൊണ്ടുവിടാണ് എന്നുള്ളൊരു പേടിയൊക്കെ വെച്ചിട്ടാണ് ഈ കുട്ടി പോകുന്നത്. അങ്ങനെ അവൻ്റെ വളർച്ച, അവൻ്റെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ സ്കൂളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ എല്ലാതും ഒരു ജീവിതത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോവാണ് അവൻ. ഓക്കെ, ആ സ്കൂൾ ടൈം, ആ ഒരു ഹാഫ് എ ഡേ കൊണ്ട് തന്നെ ഒരു മനുഷ്യ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ. ഈ പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെയാണ് കുഞ്ഞു കുട്ടിയായിരുന്നു, പിന്നെ ഇങ്ങനെ വളർന്ന് 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 എന്താവും ഓൾഡ് ഏജിലേക്ക് എത്തുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഹാഫ് എ ഡേ കൊണ്ട് റൈറ്റർ നമുക്ക് കാണിച്ചു തന്നേക്കാണ്. അങ്ങനെയുള്ളൊരു അടിപൊളി സ്റ്റോറിയാണ് ഓക്കെ ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ തീം എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? യെസ്, നമ്മൾ പറഞ്ഞാണ് ടൈമിനെ പറ്റിയിട്ടാണ് അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോ? ഇല്ല, അതെങ്ങനെ പൊക്കോണ്ടിരിക്കില്ലേ, പാസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ടൈമിൻ്റെ എന്ത് നേച്ചറാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? പാസേജ് ഓഫ് ടൈം. ടൈം ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ക്ലാസ് 6 നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ടാവും അല്ലേ. എന്തുകൊണ്ടാണ്? അത്ര പെട്ടെന്നാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത്ര പെട്ടെന്നാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറേ ചേഞ്ചസ് വരില്ലേ? ഓരോ ടൈം മാറുമ്പോഴും നമുക്ക് കുറേ ചേഞ്ചസ് വരും അല്ലേ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ്? ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. ഇതും ഈ ഒരു സ്റ്റോറിയുടെ ഒരു തീമാണ്. ഓക്കെ, ചൈൽഡ്ഹുഡ്, നമ്മുടെ ചെറുപ്പകാലത്ത് നിന്നും ഓൾഡ് ഏജിലേക്കുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത് കേട്ടോ ഈ സ്റ്റോറി. പിന്നെ എന്താണ്? ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇപ്പോഴത്തെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ കാണിക്കും വെൻ ഹി വാസ് ഇൻ ഹിസ് 20s 30s എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് കാണിക്കില്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുക? നമ്മളിപ്പോൾ വയസ്സായിട്ടുള്ളൊരു അച്ഛനെയും അമ്മനെയും അല്ലെങ്കിൽ ആരെയും ഫോട്ടോസ് നോക്കിയിട്ട് അവരുടെ പഴയ കാലം നോക്കുമ്പോൾ, അവരുടെ ചെറുപ്പകാലം നോക്കുമ്പോൾ ഒത്തിരി ചേഞ്ചസ് അവർക്ക് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയല്ലേ സാധാരണ ടൈം മാറുന്നതിനനുസരിച്ച് നമുക്ക് കുറേ ചേഞ്ചസ് വരും. ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണോ? അല്ല, നമ്മുടെ സറൗണ്ടിങ്സിന് കുറേ ചേഞ്ചസ് വരുന്നുണ്ടാവും. അങ്ങനെയുള്ള ട്രാൻസിഷനും ട്രാൻസ്ഫോർമേഷനും കൂടെ ഈ ഒരു സ്റ്റോറിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ അലൻ സാറും അല്ലേ, അവരുടെ ചൈൽഡ്ഹുഡ് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 2 കുട്ടികൾ അല്ലേ. ആ ഒരു സമയത്തെ കാര്യം അതല്ലെങ്കിൽ അതുപോലത്തെ തന്നെ ഫീച്ചേഴ്സ് അല്ല, കുറേ ചേഞ്ചസ് വന്നിട്ടാണ് ഇപ്പോൾ കാണുന്ന അലൻ സാറും ഇല്ലേ. അപ്പോൾ അവരുടെ സറൗണ്ടിങ്സും മാറുന്നുണ്ട്. നമുക്ക് ചുറ്റുപാടുകൾ മാറുന്നില്ലേ? ഫിസിക്കലി മാത്രമാണ് നമ്മൾ മാറുന്നത്? അല്ല, അവർ വളർന്ന് അല്ലെങ്കിൽ അവർ ജനിച്ചിട്ടുള്ള ഒരു സമയത്ത് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ എക്സാമിനർ എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പോകുന്ന 2 പേരാണ് ഇവർ എന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇല്ലാതെ എന്താണ്? ടൈം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സ് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലൈഫിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ടൈമിനെ പറ്റിയിട്ടാണ്. പിന്നെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഓൾഡ് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, സറൗണ്ടിങ്സിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. ഓൾഡ് ഏജ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ റൈറ്റ് ടൈമിൽ നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ് 9ലാണ് അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ടൈം എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ മക്കളെ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും +1 നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരു 520 മാർക്സും നേടിയിട്ട് കേരള ടോപ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർക്ക് സാധിച്ചത്? അവർക്ക് മാത്രം നമുക്ക് സാധിക്കുന്ന കാര്യമാണോ? അല്ല, നമ്മളെ കൊണ്ടും പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, അതുപോലെ 2 മാർക്ക് നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്, ഫുൾ മാർക്സ് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻസ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് 9ലാണ്. നമ്മൾ അടുത്ത വർഷം എവിടേക്കാണ് പോകുന്നത്? SSLCയിൽ കുട്ടികളാവാൻ പോവാണ്. എല്ലാവരും നിങ്ങളെ ആയിരിക്കും ഉറ്റുനോക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്ലാസ് 9 നമ്മൾ അടിച്ച് പൊളിച്ച് പഠിച്ചാൽ തന്നെ, സെറ്റായിട്ട് പഠിച്ചാൽ തന്നെയാണ് SSLCയിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഈ +1 +2 ഒക്കെ അടിച്ച് പൊളിച്ച് തന്നെ പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നല്ല റിസൾട്ട് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സിലബസും കൂടെ മാറിയേക്കാണ് നമ്മുടെ പ്രിപ്പറേഷനും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സിലബസ് മാറിയല്ലോ, ഇങ്ങനെ പഠിക്കും, PYQs ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മുടെ തലയിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് 9ന്റെ ആൽഫ ബാച്ച് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിസ് ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ സിലബസ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ക്ലാസ് ഇരുന്ന് കാണാം അല്ലേ. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഡൗട്ട്
ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, ചിലർക്ക് നോട്ട്സ് വായിച്ച് പഠിക്കുമ്പോൾ തന്നെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് PDF നോട്ട്സ് യൂസ്ഫുൾ ആയിരിക്കും. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് എന്താണ് നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് നോട്ട്സ് കിട്ടുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഒരു വർഷം എന്താണ് സിലബസ് മാറിയ കാരണം നമുക്ക് PYQs ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ് ലെറ്റേഴ്സ് എസസ് അല്ലെങ്കിൽ ലെറ്റ്സ് റീഡ്, ലെറ്റ്സ് എഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെഷൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് വരുന്നുണ്ടാവുക. അപ്പോൾ ആരും പേടിക്കേണ്ട, ഈ ആക്ടിവിറ്റീസ് എല്ലാ സെഷൻസും നമ്മൾ കവർ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലിമിറ്റഡ് ഒരു പീരീഡ് ഓഫറാണ്. ഈ ഒരു എക്സാമിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ സ്ട്രക്ചർ ഇതാണ്. 4999 ആണ് നമ്മുടെ ഫീ വരുന്നത്. ഓക്കെ, ഇത് ഒരു വർഷത്തേക്കുള്ളതാണ്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് അറിയാതിരിക്കുന്നുണ്ടാവും അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം താഴെ കോമൻറ്റ് ബോക്സിൽ മിസ്സിനെ അറിയിക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് 9 എന്താണ് തകർത്ത് പഠിക്കാം.